ശൈത്യയ്ക്കും കൂട്ടർക്കും അനുമോളോടാണ് അസൂയെങ്കിൽ അഖിൽമാരാർക്ക് ശരിക്കും അസൂയ അനീഷിനോടാണ്. കാരണം അഖിൽമാരാർ ഭയങ്കര പ്രഡിക്ഷൻ കിങ് ആണ്. നേരത്തെ കൂട്ടി കാര്യങ്ങളൊക്കെ നിശ്ചയിക്കാനൊക്കെ അറിയാം, അല്ലെ എന്ത് സംഭവിക്കുമെന്നറിയാം. ഇതൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് അഖിൽമാരാർ. ഒരു 70-75 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മാരാർക്ക് മനസ്സിലായി അനീഷ് ജയിച്ചു കഴിഞ്ഞാൽ മാരാറുടെ കാര്യം പോക്കാണ്. കാരണം മാരാറേക്കാളും കൂടുതൽ ജനപ്രീതിയും ഒരുപാട് ഒരു കോമണർ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന രീതിയിൽ ഒക്കെ വരുന്ന ഒരാളാണ് അനീഷ് എന്ന് മനസ്സിലായി. മാരാറിൻ്റെ കാര്യം കട്ടപ്പുക. അതുകൊണ്ടാണ് മാരാറ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത് ഇദ്ദേഹം കോമണറല്ല, അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ അനുമോൾക്ക് സപ്പോർട്ട് കൊടുത്ത് അനുമോൾക്ക് എങ്ങനെയെങ്കിലും കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അനീഷിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടും. ഇതാണ് മാരാറെന്ന് പറഞ്ഞ ബുദ്ധിരാക്ഷസന്റെ ചിന്ത. ഈ പറഞ്ഞ ശൈത്യ, ബിൻസി, ബിന്നി പോലുള്ള വിഷവിത്തുകൾ അനുമോൾക്കെതിരെ എങ്ങനെ ചിന്തിച്ചോ അതിനെക്കാട്ടിലും ഓവർ തിങ്കോടെ ബുദ്ധിയോടുകൂടി പ്രഡിഷൻ കിങ് മാരാർ അനീഷിനെതിരെ ചിന്തിച്ചു എന്ന് സത്യം മനസ്സിലാക്കുക. പിന്നെ അനീഷിന് സപ്പോർട്ട് കൊടുത്ത തൊപ്പി, അതുപോലെ വിക്കി തക്ക് എന്നൊക്കെ പറയുന്നവർ അവസാന സമയത്ത് സപ്പോർട്ട് കൊടുത്തിട്ട് എന്താണ് പ്രയോജനം? ഇപ്പോൾ എന്നെപ്പോലുള്ള ഒരുപാട് പേര് കൊച്ചു സെലിബ്രിറ്റികൾ ഈ പറഞ്ഞ മാസങ്ങൾക്ക് മുന്നേ സപ്പോർട്ട് കൊടുത്തു. ഈ പറഞ്ഞ വലിയ വിക്കിത്തക്ക് പോലുള്ള അല്ലെങ്കിൽ തൊപ്പി പോലുള്ള സായ്പോപ്പി പോലുള്ള ഫേമസ് സെലിബ്രിറ്റികളൊന്നും മാസങ്ങൾക്ക് മുന്നേ ഒന്നും സപ്പോർട്ട് കൊടുക്കണ്ട. പക്ഷെ അവസാനത്തെ ഒരാഴ്ച, ഒരു 4-5 ദിവസം മുന്നെയെങ്കിലും ഇവർക്ക് സപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അനീഷിന് അവിടെ എന്തെങ്കിലും വോട്ടായിട്ട് കിട്ടിയാണ്. ലാസ്റ്റ് ദിവസം വന്നിട്ട് തൊപ്പി സ്ക്രീൻ ചെയ്യുന്നു അല്ലെങ്കിൽ വിക്കിത്തക്ക് പറയുന്നു അനീഷിന് വോട്ട് ചെയ്യാൻ. എത്ര പേര് വോട്ട് ചെയ്യാൻ? ആര് വോട്ട് ചെയ്യാനാണ്? ഒരു കുഞ്ഞു ഒരു വോട്ട് ചെയ്യത്തില്ല. ഒരു 1000 വോട്ട് പോലും കിട്ടി കാണത്തില്ല. ഇത് മനസ്സിലാക്കുക. കാരണം ഇവരുടെയൊക്കെ വീഡിയോകൾ അല്ലെങ്കിൽ ഇവരുടെ ഫാൻസൊക്കെ അറിയുന്നത് തന്നെ പിറ്റേന്നോ അതിൻ്റെ അടുത്ത ദിവസങ്ങളൊക്കെയാണ്. അന്നൊക്കെ വോട്ടിങ് ബ്ലോക്കായി. അപ്പോൾ ഇങ്ങനെയുള്ള സപ്പോർട്ടുകൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള സെലിബ്രിറ്റികൾ, വലിയ സെലിബ്രിറ്റികൾ ഇങ്ങനെ നാണം കെടുത്താനായിട്ട് സപ്പോർട്ട് അവസാന ദിവസങ്ങളിൽ കൊടുക്കല്ലേ. നിങ്ങൾ സപ്പോർട്ട് കൊടുത്തു നല്ല കാര്യം, അവസാന ദിവസങ്ങളിൽ കൊടുക്കല്ലേ. ഈ വിക്കിത്തക്ക് പോലുള്ള വാണങ്ങളൊക്കെ സപ്പോർട്ട് കൊടുത്തതിന് ശേഷം പിറ്റേന്ന് അനീഷ് തോറ്റുപോയി. ഓക്കെ, അതിനുശേഷം അനീഷ് അയാളുടെ മാസ് ഡയലോഗായിട്ടുള്ള കണ്ണടച്ച് കിടക്കുന്ന കണ്ടു, കഴിവിടാ, പാത്രം കഴിവിടാ എന്നൊക്കെ ഉള്ളത് പറഞ്ഞ് അപ്പം ഇയാൾ വീണ്ടും കളിയാക്കലും മറ്റു ട്രോളുകളുമായിട്ട് വന്നേക്കുവാണ് ഈ വിക്കിത്തക്ക് എന്ന് പറയുന്നവൻ. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കും. മോഹൻലാൽ ഒരു സ്റ്റേജിൽ വന്നാൽ പോലും പോമോന ദിനേശ, ശംഭോ മഹാദേവ, സവാരി ഗിരിഗിരി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയത്തില്ലേ? റോബിൻ കിടന്ന് അലറിയില്ലേ? അത് അവരുടെ മാസ്റ്റർ പീസ് ഡയലോഗാണ്, തഗ് സാധനങ്ങളാണ്. അവർക്ക് വോട്ട് ചെയ്ത് അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ മുന്നിൽ അവരൊരു സ്റ്റേജിൽ വരുമ്പോൾ അവരൊന്നും കാണിക്കും, സ്വാഭാവികം. ഇതിനാണ് ഈ വിക്കിത്തക്ക് പോലുള്ള ആൾക്കാർ, ഈ പറഞ്ഞ തൊപ്പി പോലുള്ള ആൾക്കാരൊക്കെ കളിയാക്കുന്നത്. തൊപ്പി കളിയാക്കിയിട്ടില്ല, ഞാൻ പറയുകയാണ്. അപ്പം ഇവരാരും കൊടുത്ത സപ്പോർട്ട് അനീഷിന് കിട്ടിയതുമില്ല. അഖിൽമാരാറെ പോലുള്ള ബുദ്ധിമാന്മാർ നേരത്തെ കൂട്ടി അനീഷിനോട് കടുത്ത അസൂയ. അതാണ് പറഞ്ഞത്, ശൈത്യ, ബിൻസി പോലുള്ളവർക്ക് എങ്ങനെയാണോ അനുമോളോട് അസൂയ വന്നത് അതേ രീതിയിൽ അതിൻ്റെ 10 ഇരട്ടിയായിട്ട് ഈ പറഞ്ഞ അഖിൽമാരാറിനെ പോലുള്ള ആൾ അനീഷിനെതിരെ നേരത്തെ കൂട്ടി കളം ഒരുക്കി കളിച്ചു. കാരണം അയാളുടെ സ്ഥാനം പോകരുത്, അയാളുടെ ഇമേജ് പോകരുത്. പക്ഷേ വേറെ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിന് കപ്പ് കിട്ടാതിരുന്നത്, അനീഷിന് കപ്പ് കിട്ടുന്നതിനേക്കാളും കൂടുതൽ പ്രസക്തി ഇപ്പം കിട്ടി. കാരണം ഇത് ലൈനിൽ നിൽക്കുന്നു, ആൾക്കാർ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നു. പലരും പറയുന്നുണ്ട് പശു ചത്തു മോരിലെ പുളിപ്പും പോയി, ഇനി എന്ത് ബിഗ് ബോസ് എന്തിനാടാ? ഞാൻ പറയുന്നു പശു ചത്തിട്ടില്ല, മോരിലെ പുളിപ്പും പോയിട്ടില്ല.